ഇത് കണ്ട ചിലപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യും, പക്ഷേ എനിക്ക് എന്നത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ ഈ ഒട്ടകേർച്ചി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ അറബിയോട് പറഞ്ഞ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തേക്കാൻ പറഞ്ഞ ഒട്ടകേർച്ചിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അറിവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ സംഭവം മുന്നേ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. ബീഫ് പോലെ തന്നെ കാണാനൊക്കെ. സോ നമുക്കിത് ഒട്ടകേർച്ചി ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ട്രൈ ആണ്, ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് അധികമായിട്ടുണ്ട്. ആദ്യം ഇത് നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. 2 പാക്കറ്റിലായിട്ട് അടച്ചു കൊണ്ടുവന്നത്. ഇത് അവിടെ ലീഗലാണെന്നാണ് അച്ഛൻ പറയുന്നത്, അറബികൾ വിൽക്കുന്നത്. സോ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഒരുമിച്ച് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകി അതിൽ ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, സവാള, അതിൻ്റെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കിയത്, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി പിന്നെ ഇടുന്നത്. സോ അത് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഞെരടി അത് പ്രഷർ കുക്കർ ഇട്ടിട്ട് 25 വിസിലെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ, കാരണം എൻ്റെ ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അച്ഛനാണെങ്കിൽ നന്നായിട്ട് വേവണം, ബീഫായാലും ചിക്കനായാലും പോർക്കായാലും. സോ അതുകൊണ്ട് നന്നായിട്ട് വേവിക്കും. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന കണക്കാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കുരുമുളക് കിട്ടുന്നെങ്കിൽ അതും കൂടെ പൊടിച്ച്, അതായത് ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യമേ ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി കുഞ്ഞുമുലാന്ന് അരിഞ്ഞത്, കുഞ്ഞുള്ളി അതേപോലെ ഇട്ടാലും കുഴപ്പമില്ല, അത് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതായത് പച്ചമണം മാറുന്ന വരെ. അത് കഴിഞ്ഞിട്ട് സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൽ കുറച്ച് തക്കാളി ഇടണം. തക്കാളി ഇട്ട് കഴിഞ്ഞ് ഉപ്പിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വറുത്ത് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഒട്ടകയിറച്ചി നമ്മളെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഓക്കെ, എന്നിട്ട് നല്ല ചെറു തീയിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് ഒരു ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം. അതിന് മുന്നേ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, അതിൻ്റെ സീക്രട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇടാം. ബീഫിലും ഇങ്ങനെ പോർക്കിൽ, അതായത് ഇങ്ങനെയുള്ള റെഡ് മീറ്റിലൊക്കെ ഞാൻ കുറച്ച് കായപ്പൊടി ഇടും, അതൊരു ടേസ്റ്റ് കൂട്ടും. സോ പിന്നെ ഒരു കുറച്ച് പഞ്ചസാര അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്ത് അല്ലെങ്കിൽ മേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച വരൽ നമ്മുടെ അടിപൊളി ഒട്ടകയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പറയണം. ഇതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ടേക്ക് കെയർ, സബ്സ്ക്രൈബ്.